അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഒരു പുതിയൊരു ക്ലാസ് ചെയ്യാൻ പോവാണ്. സോ നമുക്കറിയാം, നമ്മുടെ കേരള ഹൈക്കോർട്ട് എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ മാസം 20-ാം തീയതിയാണ്. അതായത് അടുത്ത മാസം 20-ാം തീയതിയാണ്. നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ. സോ ആ ഒരു ദിവസങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടത്? നിങ്ങളിൽ ഒരുപാട് പേര് കഴിഞ്ഞ നമ്മുടെ LDC പരീക്ഷ കഴിഞ്ഞിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷം കേരള ഹൈക്കോർട്ട് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഈ നമ്മുടെ നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന നമ്മുടെ LGSന്റെ പരീക്ഷ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിലും ആകാം. അപ്പൊ നമുക്ക് ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവര് ഈ പരീക്ഷ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അടുത്ത മുമ്പോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുമ്പിലെ കുറെ ദിവസങ്ങളുണ്ട്. ഏകദേശം ഒരു 40-45 ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിലെ കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് റിവിഷൻ ആയിട്ട് കരുതിയാൽ മതി. ഈ 45 ദിവസം നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ 2022 പരീക്ഷ കഴിഞ്ഞപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ തുടക്കത്തിലെ പറഞ്ഞതിന് ശേഷം അടുത്ത 45 ദിവസം എങ്ങനെയാണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഓരോ ദിവസം നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നോക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. സോ ഈ ഒരു പരീക്ഷ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ദിവസങ്ങൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ പക്ക തീരുമാനമാവും. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾ ഒക്ടോബർ 20-ാം തീയതി വരെ മറ്റുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവത്തില്ല. അപ്പൊ നേരെ പോകാം വീഡിയോയിലേക്ക്. ആദ്യം നിങ്ങൾക്കറിയാവുന്നതാണ്, കേരള ഹൈക്കോർട്ട് നടത്തുന്ന പരീക്ഷകളെല്ലാം കേരള PSCയിൽ നിന്നും വ്യത്യസ്തതയുണ്ട്. പരീക്ഷകൾക്ക് വേറൊരു സ്വഭാവമാണ് അവിടെ ഉള്ളത്. സോ ആ ഒരു സ്വഭാവത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേരള ഹൈക്കോർട്ട് നടത്തിയ എല്ലാ മത്സര പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ അവരുടെ സൈറ്റിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഏതൊക്കെ മേഖലകളാണ് അധ്യാപകർ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കണം. അപ്പോൾ കേരള PSC നടത്തുന്ന പരീക്ഷയും കേരള ഹൈക്കോർട്ട് നടത്തുന്ന പരീക്ഷയും രണ്ടും 2 വിങ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2024 അവര് 9/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറോടുകൂടിയാണ് നമ്മുടെ കേരള ഹൈക്കോർട്ട് നോട്ടിഫിക്കേഷൻ പുറത്തേക്ക് വിടുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വന്ന നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, ശമ്പളമൊക്കെ ഒരു വലിയ ശമ്പളമാണ്. മാത്രമല്ല ജഡ്ജിയുടെ ഡയറക്റ്റ് PA ആണ്. വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ ഈ LDC കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് NJD കൊടുത്തു പോകുന്ന തസ്തിക കൂടിയാണ്. കാരണം നമ്മൾ അവിടെ തന്നെയാണ്, നമ്മൾ ലൈഫ് ലോങ് നമ്മൾ ആ ഒരു വിങ്ങിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് കേരള ഹൈക്കോടതി തന്നെ ആയിരിക്കും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതകാലം മുഴുവൻ. സർവീസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും. പിന്നെ അവിടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളൊക്കെ എഴുതി പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉള്ള വലിയൊരു തസ്തിക കൂടിയാണ് കേട്ടോ. ഓക്കെ, നിലവിലെ 34 ഒഴിവുകളാണ് അവര് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 34 ഒഴിവുകളുണ്ട്. ഇപ്പൊ അതിനൊക്കെ കൂടുതലൊക്കെ ഉണ്ട്. മാത്രമല്ല റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം ഒന്നുകിൽ 1 വർഷം അല്ലെങ്കിൽ പരമാവധി 2 വർഷം വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അതായത് 1 വർഷം കൊണ്ട് റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുത്തുവെങ്കിൽ പിന്നീട് ആ റാങ്ക് ലിസ്റ്റ് അവിടെ റദ്ദായി പോകും. അല്ലെങ്കിൽ 2 വർഷം വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. കേരള PSCയുടെ റാങ്ക് ലിസ്റ്റ് ആകുമ്പോൾ 3 വർഷമാണ്. ഹൈക്കോർട്ടിന്റെ റാങ്ക് ലിസ്റ്റ് ആകുമ്പോൾ 2 വർഷത്തെ റാങ്ക് ലിസ്റ്റ് ആണ്. സോ 2 വർഷത്തിനുള്ളിൽ മാക്സിമം സ്പീഡിൽ നമുക്ക് അഡ്വൈസ് വരും കേട്ടോ. അല്ലാതെ കേരള PSC പോലെയല്ല, പെട്ടെന്ന് അഡ്വൈസ് നടക്കാറുണ്ട്. അതാണ് ഈ ഒരു പോസ്റ്റ് ഇത്രയും ഗ്ലാമറസ് ആക്കാനുള്ള പ്രധാന കാരണം. അതായത് പെട്ടെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഡിഗ്രി ഇല്ലാത്ത ഒരുത്തിന് പെട്ടെന്ന് ഒരു 2, 3, 4 മാസത്തിനുള്ളിൽ ജോലിക്ക് കയറാനുള്ള അവസരമാണ് ഈ ഹൈക്കോർട്ട് എന്ന് പറയുന്ന തസ്തിക. അതാണ് മറ്റുള്ള പോസ്റ്റിൽ നിന്നും നമ്മളെ ഈ ഒരു തസ്തികയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അടുത്തത് നമുക്കറിയാം, ഡിഗ്രി പാടില്ല, 10ാം ക്ലാസ് പാസ്സായിരിക്കണം, ഡിഗ്രി പാടില്ല. അപ്പൊ ഡിഗ്രി പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കോമ്പറ്റീഷൻ അവിടെ ഒഴിവായി കിട്ടി.
ഈ ഡിഗ്രി ഉള്ളവരാണല്ലോ കേരളത്തിൽ കൂടുതൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്നവരെല്ലാം ഡിഗ്രി പാസ് ആകാത്തവരാണ്, അത്യാവശ്യം കാര്യങ്ങൾ മാത്രം അറിയാവുന്നവരാണ്, 10ാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അതേ നിലവാരത്തിൽ തന്നെയാണ് എന്ന് നിങ്ങൾ ആദ്യമേ അങ്ങ് മനസ്സിലാക്കണം. അതിനകത്ത് അല്ല നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്നവരൊക്കെ എന്തോ ഭയങ്കര സംഭവമാണ്, നമ്മളിനി പോയി പരീക്ഷ എഴുതി എങ്ങനെ കിട്ടും, അങ്ങനൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്ന എല്ലാവരും നമ്മുടെ അതേ നിലവാരത്തിലെ 10ാം ക്ലാസ് പാസ്സായി ഡിഗ്രി ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണ് എന്നുള്ള കാര്യം ആ ഒരു യാഥാർത്ഥ്യത മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം ഓരോ ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എക്സാമിന്റെ ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒക്ടോബർ മാസം 20ാം തീയതിയാണ്. നിങ്ങളുടെ മുമ്പിൽ ഏകദേശം ഈ സെപ്റ്റംബർ മാസം മൊത്തം കിട്ടും, അതേപോലെ ഒക്ടോബറിന്റെ പകുതിയും പഠിക്കാൻ കിട്ടും. മാത്രമല്ല ഇനി എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ആഴ്ചയ്ക്ക് മുമ്പാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് വരുന്നത്. അതായത് പരീക്ഷ ഒക്ടോബർ മാസം 20ാം തീയതി ആണെങ്കിൽ നമുക്കൊരു സെപ്റ്റംബർ മാസം അവസാനത്തെ ആഴ്ചയോടുകൂടി നമ്മുടെ ഹോൾ ടിക്കറ്റ് പ്രതീക്ഷിക്കാം. സോ ഹോൾ ടിക്കറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് അവർ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് കറക്റ്റ് ലിങ്ക് അയച്ചു തരും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതൊക്കെ നമ്മൾ അന്നേരം ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. ഇനി ഇവിടെ മക്കളെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒരു OMR പരീക്ഷ എഴുതണം. കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല, സാധാരണ നമ്മൾ OMR ബബിൾ ചെയ്യുന്ന പരീക്ഷ തന്നെയാണ്. അത് 100 മാർക്കിന്റെ പരീക്ഷയാണ്. ആ 100 മാർക്കിന്റെ പരീക്ഷ കഴിയുമ്പോൾ അവരൊരു കട്ട് ഓഫ് ഇടും. ആ കട്ട് ഓഫിന് അകത്ത് വരുന്ന ഉദ്യോഗാർത്ഥികളെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂവിന് ഒരു 10 മാർക്കുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇന്റർവ്യൂവിന് പോകേണ്ടത്. അതൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല, അത് പിന്നീട് ആലോചിച്ചാൽ പോരെ. ആദ്യം നമ്മൾ നോക്കേണ്ട എന്താണ്, ഒക്ടോബർ 20ാം തീയതി നമുക്ക് എങ്ങനെ ഷൈൻ ചെയ്യാൻ സാധിക്കും. എടാ ഒക്ടോബർ 20ാം തീയതി ഷൈൻ ചെയ്തിട്ടല്ലേ നമ്മൾ ഇന്റർവ്യൂവിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ അന്നേരം ആലോചിച്ചാൽ പോരെ. ഒക്ടോബർ 20ാം തീയതി കഴിയുമ്പോൾ സാറേ 80 മാർക്കുണ്ട് അല്ലെ 75 മാർക്കുണ്ട്, ഞങ്ങൾക്ക് ഇന്റർവ്യൂവിന് തയ്യാറെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒക്ടോബർ 20ാം തീയതി നമുക്ക് എങ്ങനെ ഷൈൻ ചെയ്യാൻ സാധിക്കും. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സാറേ ഒരുപാട് സന്തോഷമുണ്ട്, പരീക്ഷ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു എന്ന് പറയണമല്ലോ. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 1.25 മണിക്കൂറാണ് പരീക്ഷ, 75 മിനിറ്റ്, 100 മാർക്കിന്റെ പരീക്ഷയാണ്, OMR പരീക്ഷയാണ്, ബബിൾ ചെയ്യുന്ന പരീക്ഷയാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെയാണ് നമുക്ക് 10 മാർക്ക് എന്തിന്, അതായത് ഇന്റർവ്യൂവിനുമാണ് 10 മാർക്ക്. അത് പ്രത്യേകം പറയുന്നുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. 35% മാർക്ക് വേണം റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 3.5 മാർക്ക് 4 മാർക്ക് വേണം. 3.5 മാർക്ക് മിനിമം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇന്റർവ്യൂ നമ്മൾ സെറ്റാക്കി. ഇന്റർവ്യൂവിന്റെ കാര്യം നിങ്ങൾ വിടുക, അത് വിട്. ബാക്കി ആ OMR പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഒക്ടോബർ മാസം 20ാം തീയതി വരെയുള്ള ദിവസങ്ങൾ OMR പരീക്ഷയ്ക്ക് നമ്മൾ എങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ല 35% ഇന്റർവ്യൂ ആണ്, അത് വിട്ടേക്കുക, ആ ഒരു കാര്യം വിട്ടേക്കുക. എടാ ഇനി ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണക്കിന് എത്ര മാർക്കാ, 20 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക്, 20 മാർക്ക് കണ്ടോ. അപ്പൊ കണക്കിന് 20 മാർക്ക്. മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന പോർഷനകത്ത് 15 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക്, 15 മാർക്ക്. അപ്പൊ തന്നെ മാത്സും അതേപോലെ മെന്റൽ എബിലിറ്റിയും കൂടെ ചേരുമ്പോൾ തന്നെ ഏകദേശം 35 മാർക്ക് സെറ്റായി. അവിടെ തന്നെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. മാത്സും മെന്റൽ എബിലിറ്റി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അതാണ് ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയാണ് കൂടുതൽ സമയം പ്രയോജനപ്പെടുത്തേണ്ടത്. ഒരു 5 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 3.5 മണിക്കൂർ എങ്കിലും മിനിമം എന്ത് ചെയ്യണം, മാത്സും റീസണിങ്ങും പോർഷൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഓരോ ടോപ്പിക് വൈസ് വർക്കൗട്ട് ചെയ്യണം. അതിനുശേഷം ഇംഗ്ലീഷിന്റെ 15 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക്, 15 മാർക്ക്. എടാ കുഞ്ഞുങ്ങളെ, മാത്സ് ഇംഗ്ലീഷ് മാത്രം പഠിക്കുമ്പോൾ 35ഉം 15ഉം 50 മാർക്കായി കണ്ടോ. മാത്സും ഇംഗ്ലീഷും മാത്രം പഠിക്കുമ്പോൾ തന്നെ കൃത്യം 50 മാർക്കായി. ബാക്കി ജനറൽ
നോളജ്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗം വലിയൊരു ഭാഗമോ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ മുമ്പിൽ ഒരുപാട് വലിയൊരു സാഗരം പോലെ കിടക്കുന്ന സാധനമോ, എവിടെ തൊഴണം, എവിടെ അവസാനിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും പഠനത്തില് ഏറ്റവും കൂടുതൽ സമയം പ്രയോജനപ്പെടുത്തേണ്ടത്, അതായത് 80% സമയം പ്രയോജനപ്പെടുത്തേണ്ടത് മാത്സ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. ബാക്കിയുള്ള സമയമാണ് സിലബസ് അനുസരിച്ച് ടോപ്പിക് വൈസില് എന്ത് ചെയ്യേണ്ടത്, കറണ്ട് അഫയേഴ്സും അതേപോലെ GK പഠിക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അങ്ങനെ ഇവിടെ 50ഉം ഇവിടെ 50ഉം കൂടെ ആകുമ്പോൾ കറക്റ്റ് 100 ക്വസ്റ്റ്യൻ ആയി, 100 മാർക്കുമായി. 75 മിനിറ്റ് കേരള PSC നടത്തുന്ന പരീക്ഷ പോലെ തന്നെ 75 മിനിറ്റ്. ഇപ്പോഴാണല്ലോ 1.5 മണിക്കൂർ ആക്കിയത്. അപ്പൊ നമുക്ക് 75 മിനിറ്റ് കൊണ്ടുള്ള 100 മാർക്കിന്റെ പരീക്ഷയാണ്. കേരള PSCയുടെ പരീക്ഷ നടത്തുമ്പോൾ 1/3 ആണെങ്കിൽ ഇവിടെ അത് 1/4 ആണ്. 1/4 ആണ് കേട്ടോ, 1/4. അതായത് 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും. അവിടെ ആകുമ്പോൾ 3 ക്വസ്റ്റ്യൻ തെറ്റിയ 1 മാർക്ക് പോകും. ഇവിടെ 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴാണ് 1 മാർക്ക് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല, എല്ലാം സെറ്റാണ്. അതേപോലെ എക്സാമിനേഷൻ സെന്റർ വരുന്നത് നമുക്കറിയാം. നിങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുന്ന അപേക്ഷ കൊടുത്തിരിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്നുകിൽ തിരുവനന്തപുരം, അല്ലെങ്കിൽ ആലപ്പുഴ, അല്ലെങ്കിൽ എറണാകുളം, തൃശ്ശൂരോ, അല്ലെങ്കിൽ മലബാർ സൈഡിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏത് ചൂസ് ചെയ്യാം, കോഴിക്കോട് ജില്ല ചൂസ് ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതാം. അതൊക്കെ നമ്മൾ അന്നേരം ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്ത 45 ദിവസം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതാണല്ലോ നിങ്ങളുടെ മുമ്പിലുള്ള സംശയം. നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ്, എങ്ങനെയാണ്, പരീക്ഷയുടെ ഡേറ്റ് എന്താണെന്ന്, ഡെഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു, എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു, ഏതൊക്കെ മേഖലകളാണ് കേന്ദ്രീകരിക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തി എടുക്കണം, അടുത്ത 45 ദിവസത്തിലെ ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് റിവിഷൻ നടത്തുന്ന ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമേ ഒരു കാര്യം പറയാം, നിങ്ങൾ പഠിച്ചു തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികളായിരിക്കാം ഒരു പക്ഷെ, അല്ലെങ്കിൽ പഠനത്തിന്റെ പാതി വഴിയിലെ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടത്, പരീക്ഷയ്ക്ക് ഇത്രയും ദിവസങ്ങളല്ലേക്കെ ഉള്ളൂ സാറേ, എന്താണ് ചെയ്യേണ്ടത്, മാത്സ് ഇംഗ്ലീഷും ആണ് പ്രശ്നം, ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഡൗട്ടുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 45 ദിവസത്തെ ക്രാഷ് കോഴ്സുമായിട്ടാണ് നമ്മൾ മുമ്പിലേക്ക് നിങ്ങളുടെ വരുന്നത്. ആദ്യമേ അതങ്ങ് പറയട്ടെ, എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ദിവസവും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പറയും. അതിന് ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അപ്പൊ അതായത് പറയുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അത് തന്നെയാണല്ലോ നമ്മുടെ മുമ്പിലുള്ള സംശയം. സാറേ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാം, പക്ഷെ ആ സമയം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടതെന്ന് മാത്രം എനിക്ക് അറിയില്ല. അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള ഏക സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഓരോ ദിവസങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടതെന്ന് ഉള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. അതായത് ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടതെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അടങ്ങിയ ഒരു റിവിഷൻ പാക്ക് പോലെയാണ് നമ്മുടെ ഈ ഒരു ബാച്ച് പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പത്തിനുള്ള വകുപ്പ് അവിടെ ഇല്ല. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ അടുത്ത 45 ദിവസം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് ഈ ബാച്ച് കൃത്യം ആൻസർ ആണ്. ഒന്നാമത്തെ ദിവസം എന്താണ് പഠിക്കേണ്ടത്, ഒന്നാമത്തെ ദിവസം നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് 45 ദിവസത്തെ ടൈം ടേബിൾ അനുസരിച്ച് ഒന്നാമത്തെ ദിവസം നമ്മൾ നോക്കുന്ന ടോപ്പിക്കുകൾ നോക്കിയേ. GKയിലെ യൂറോപ്യന്മാരുടെ വരവെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ GKക്കകത്ത് നോക്കുന്നുള്ളൂ. പിന്നെ നമുക്കറിയാം മാത്സ് ഇംഗ്ലീഷും ആണല്ലോ ഡെയിലി. മാത്സ് ഇംഗ്ലീഷും ആണ് ഡെയിലി വർക്കൗട്ട് ചെയ്യേണ്ടത്. മാത്സ് ഇംഗ്ലീഷും അറിയാമെങ്കിൽ കേരള ഹൈക്കോർട്ട് ഒയായി, അങ്ങനെയാ പറയുന്നത് പരീക്ഷ എഴുതുന്നവർ. കാരണം കഴിഞ്ഞ ലിസ്റ്റത്ത് വന്നവരെല്ലാവരും പറയുന്നത് അത് തന്നെ. മാത്സ് ഇംഗ്ലീഷും അറിയാമെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം ബാക്കി GK അവിടെ നിന്നൊക്കെ ഇങ്ങനെ തള്ളി ഞാൻ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മൾ മാത്സിനകത്തേക്ക് വരുമ്പോൾ ശ്രേണികൾ എന്ന് പറയുന്ന ചെറിയൊരു ഭാഗമുണ്ട്. നമ്മൾ തുടങ്ങുമല്ലേ, ആദ്യ ദിവസമല്ലേ. ഇപ്പൊ PYQs ഒക്കെ എടുത്ത് കണ്ടക്ട് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ സാധനങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അതിനൊരു ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തോന്നുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാര്യമില്ല, ഇഷ്ടപ്പെട്ട് പഠിക്കുക, ജോലിയിലേക്ക് കയറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്ക് സെന്റൻസുകൾ എന്തൊക്കെയാണ്, അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ പഠിച്ചത്. ആകെ പഠിച്ചത് ഈ 3 കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ
നമ്മൾ അവിടെ സയൻസ് കൂടി കൂടുതലായിട്ട് ഉൾപ്പെടുത്തി ഓരോ ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അത് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കണം. ആദ്യ ദിവസം തന്നെ കയറിയിട്ട് ഒരു 10 മണിക്കൂർ പഠിച്ചിട്ട് രണ്ടാമത്തെ ദിവസം കയറിയിട്ട് 4, അങ്ങനെയല്ല ചെയ്യേണ്ടത്. സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ബുദ്ധിപരമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇനിയുള്ള 45 ദിവസം കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന വലിയൊരു ടാർഗറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്നത് ചിലപ്പോൾ 1 വർഷം പഠിച്ചവരായിരിക്കാം, കഴിഞ്ഞ LGSന്റെ പരീക്ഷ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കാം. ഇവരെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. സോ ഇവരിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ഇംഗ്ലീഷ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഈ പറഞ്ഞ രീതിയിൽ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത പഠിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ഫയൽ എടുത്ത് എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ നടക്കാൻ പോകുന്നത്. സോ ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ദൗത്യം, ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി, ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇനി നമ്മൾ സയൻസിലേക്ക് പോയി വീണ്ടും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലെ ബോട്ട് മാസ് മാത്രം പഠിച്ചു, കറണ്ട് അഫയേഴ്സിലെ ചെറിയൊരു ടോപ്പിക് എടുത്ത് പഠിച്ചു, അങ്ങനെ രണ്ടാമത്തെ ദിവസം പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ മൂന്നാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോം, പലതരത്തിലുള്ള അത് കാരണം കളക്റ്റീവ് നൗൺസ് ഒക്കെ നമുക്കറിയാം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അങ്ങനെ വൊക്കാബുലറിയും അതേപോലെ ഗ്രാമറും കൂടെ പാരലായിട്ട് കൊണ്ടുപോയിക്കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പോർഷൻ തീർക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം പൂർണ്ണമായിട്ട് നോക്കുക എന്നുള്ളതല്ല. കണ്ടോ, GK വരുമ്പോൾ മധ്യകാല ഭാരതം, അതേപോലെ സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, റെനൈസൻസിനകത്ത ഭാഗങ്ങൾ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സിലബസ് വളരെ വൈഡായിട്ട് കിടക്കുന്ന ഒരു സാധനത്തിനെ പെറുക്കിയെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യം സ്ഥാപനത്തിന്റെ മുകളിലാണ്. അപ്പൊ ഞങ്ങള് അത്രയും ആ റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യത്തിലാണ് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ റിഫ്ലക്ഷൻ വരുന്നത്. സോ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത മാത്സിലേക്ക് വരുമ്പോൾ നമ്മൾ മെന്റൽ എബിലിറ്റിയിലേക്ക് പോയി. മെന്റൽ എബിലിറ്റി പോർഷനകത്തെ പ്ലേസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗം, ഇങ്ങനെ നമ്മൾ 4ാമത്തെ ദിവസം ഇതുപോലെ തന്നെ വീണ്ടും അവിടെ മാത്സ് ഉൾപ്പെടുത്തി ഓരോ ദിവസങ്ങളും കേട്ടോ 5, 6ാമത്തെ ദിവസം കഴിയുന്നു, 7 ദിവസം കഴിയുമ്പോൾ 7ാമത്തെ ദിവസം നിങ്ങൾ ഓരോ ദിവസങ്ങൾ നോക്കിക്കാം. 6ാമത്തെ ദിവസം നമ്മൾ മാത്സ് ഇംഗ്ലീഷ് വിട്ടുള്ള പരിപാടിയില്ല. അങ്ങനെ 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ റിവിഷൻ നടത്തുന്നു. ഒരു ബുക്കിനകത്തേക്ക് എഴുതി പഠിക്കുക, ഓരോ ടോപ്പിക്കും ബുക്കിനകത്തേക്ക് എഴുതി പഠിക്കുക. എഴുതി പഠിക്കണം, വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല, എഴുതി പഠിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഭേദപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിലബസ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത 45 ദിവസം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഓരോ ദിവസം എങ്ങനെയാണ് സമയം ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടതെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സോ ബാച്ചിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. 2025, 2026 എന്ന് പറയുന്ന വർഷം നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു വർഷമായി മാറണം. ഓണം ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാം നമുക്കൊരു കേരള ഹൈക്കോർട്ടിന്റെ ബാനറിൽ ഇരുന്നു കൊണ്ട് അവരുടെ എംപ്ലോയി ആയിട്ട് ഇരുന്നു കൊണ്ട് നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. ഒറ്റ കെയർ.